Good morning, children. Welcome back to our science class. Okay. All of you write your dictation words 10 times in your notebook. Okay, very good. Two types of reproduction in animals. First one, by laying eggs, and second one, giving birth. Two way of reproduction. Okay. Then today we are going to discuss about animals that lay eggs. Some animals reproduce by laying eggs. Young ones come out from these eggs. Examples: birds, insects, fish, and reptiles. First we going to study birds. Okay, birds. All of you take your textbook page number 176. 176. Do you see this heading? Birds. Are you ready? Okay, look at the paragraph. All birds lay eggs. All birds lay eggs. An egg has a protective shell called the egg shell, within which is a white jelly-like substance is called the albumen. Within the albumen is the yolk. The yolk provides food for the growing baby or the embryo. The growing baby develops into a chick. The chick grows into an adult. The development of an animal from the embryo to the adult stage is called the life cycle. Life cycle. Then listen here. Birds. All birds lay eggs. All birds lay eggs. എല്ലാ ബേർഡ്സും മുട്ടയിടുന്നവയാണ് അല്ലേ? An egg has a protective shell called the egg shell, within which is a white jelly-like substance called the albumen. Do you see egg? All of you? Yes. Do you like egg to eat? Okay. Then all egg has a protective shell. എല്ലാ എഗ്ഗിനും ഒരു പ്രൊട്ടക്റ്റീവ് ഷെല്ലുണ്ട്. തോട്. Okay. This protective shell called egg shell. Egg shell. Egg shell means മുട്ടത്തോട്. നിങ്ങൾ മുട്ടയുടെ തോട് കണ്ടിട്ടില്ലേ? മുട്ട പൊട്ടിച്ച് കഴിഞ്ഞ് ആ തോടില്ലേ, തോട്, ആ തോടിനെയാണ് എഗ് ഷെൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു എഗ്ഗിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് എഗ് ഷെൽ. Egg shell protect the egg.
Okay, then within which is a white jelly like substance called albumin. ഇനി ഈ എഗ് ഷെല്ലിൻ്റെ ഉള്ളിലൊരു ജെല്ലി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ജെല്ലി സബ്സ്റ്റൻസ്, ജെല്ല് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട് മുട്ടയുടെ തോടിനകത്ത്. അതിന് നമ്മൾ മുട്ടയുടെ വെള്ള എന്ന് പറയും അല്ലേ? ഡു യു സീ? then within the albumin is the yolk. ജെല്ലി സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ മറ്റൊരു സംഭവമുണ്ട്. അതാണെന്ത്? യോക്ക്. മുട്ടയുടെ യോക്ക് കണ്ടിട്ടില്ലേ? മുട്ടയുടെ കരു, മഞ്ഞ കളറിലുള്ള മുട്ടയുടെ കരു കണ്ടിട്ടില്ലേ? ദാറ്റ്സ് the yolk provides food for the growing baby or the embryo. ആ യോക്കാണ് ആ എഗ്ഗിനകത്തുള്ള ആ വൈറ്റ് ജെല്ലിൻ്റെയും അകത്തുള്ള ദാറ്റ് യെല്ലോ കളർ, യെല്ലോ കളർ യോക്കാണ് ഈ മുട്ടയുടെ ഉള്ളിൽ വളരുന്ന ബേബിയില്ലേ, ആ എംബ്രിയോ, ആ മുട്ടയുടെ ഉള്ളിൽ വളരുന്ന ബേബി. ഓക്കെ, ആ എഗ്ഗിൻ്റെ ഉള്ളിൽ വളരുന്ന ബേബി എംബ്രിയോ അല്ലേ, ആ ദാറ്റ് ചിക്ക്, കോഴിക്കുഞ്ഞ്, മുട്ടയുടെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ബേബി ഇല്ലേ, ആ എംബ്രിയോ, അതിന് ഫുഡൊക്കെ കൊടുക്കുന്നത്, അതിന് ആവശ്യമായ ഫുഡൊക്കെ നൽകുന്നത് ആരാണ്? ദറ്റ്സ് യോക്ക്. The growing baby develops into a chick. ഇനി ആ മുട്ടയ്ക്കുള്ളിൽ വളരുന്ന ആ ബേബി വളർന്നൊരു എന്തായിത്തീരും? സ്മോൾ ചിക്ക്, കോഴിക്കുട്ടിയായിട്ട് തീരും. ദെൻ ദ ചിക്ക് ഗ്രോയിങ് ഇൻ ടു ആൻ അഡൽട്ട്. പിന്നീട് ആ കോഴിക്കുട്ടി വളർന്ന് അഡൽട്ടാവും, വലിയ കോഴിയായി മാറും. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ആനിമൽ ഫ്രം ദ എംബ്രിയോ ടു ദ അഡൽട്ട് സ്റ്റേജ് ഈസ് കോൾഡ് ലൈഫ് സൈക്കിൾ. ഇങ്ങനെ ഒരു അഡൽട്ട് ബേർഡ് മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് അതിനകത്തുള്ള സ്മോൾ ചിക്ക്, കോഴിക്കുഞ്ഞ് വളർന്ന് വീണ്ടും വലിയ കോഴിയായി ആ അഡൽട്ട് കോഴി അല്ലെങ്കിൽ ആ അഡൽട്ട് ബേർഡ് വീണ്ടും മുട്ടയിടും. ദെൻ ആ മുട്ട വീണ്ടും ഹാച്ച് ചെയ്യും. ആ മുട്ടക്കകത്തുനിന്ന് ചിക്ക് വരും, കോഴിക്കുഞ്ഞ് വരും. ആ കോഴിക്കുഞ്ഞ് വീണ്ടും വളരും, വലിയ കോഴി തള്ളക്കോഴിയാവും. ആ കോഴി പിന്നെയും മുട്ടയിടും, ആ മുട്ട പിന്നെയും വിരിയും. ആ വിരിഞ്ഞ കോഴിക്കുഞ്ഞ് വീണ്ടും വലിയ കോഴിയാവും, ആ കോഴി പിന്നെയും മുട്ടയിടും അല്ലേ? ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അവരുടെ ലൈഫ് അങ്ങനെ ഒരു ചക്രം പോലെയാണ് നിൽക്കുന്നത്. അഡൽട്ട് ബേർഡ്, എഗ്ഗ്, ചിക്ക്, ദെൻ അഡൽട്ട്, എഗ്ഗ്, ചിക്ക്, ദെൻ അഡൽട്ട്, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടല്ലേ? അപ്പോൾ ഈ ബേർഡ്സിൻ്റെ ലൈഫ് സൈക്കിൾ ആണത്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? Okay children, look at the next paragraph. The eggs have to be kept warm. For this the parent bird sits on the eggs and keeps them warm. When the chicks are fully developed, they come out of the eggs by breaking the eggshell. This process is called hatching. Hatching. In the eggs have to be kept warm. For this, the parent bird sits on the eggs and keeps
them warm. When the chicks are fully developed, they come out of the eggs by breaking the egg shell. This process is called hatching. അപ്പോൾ ഓൾ ബേർഡ്സ് ലേയിങ് എഗ്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ എഗ്സ് വിരിയുന്നത് എങ്ങനെ? ആ എഗ്ഗിൻ്റെ അകത്തുനിന്നും യങ് വൺ പുറത്തേക്ക് വരണ്ടേ. അപ്പോൾ ആ മുട്ടയിൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ മുട്ട അല്ലെങ്കിൽ ആ എഗ്ഗ് വിരിയുകയുള്ളൂ അല്ലേ. അതിനകത്തുനിന്ന് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ആ മുട്ടയ്ക്ക് ആ എഗ്ഗിന് ആവശ്യമായിട്ടുള്ള ചൂട് നൽകുന്നത് ആരാണ്? യെസ്, പാരൻസ്. ആ ബേർഡ്സിൻ്റെ ആ എഗ്ഗിൻ്റെ ഉള്ളിൽ വളരുന്ന കുട്ടികളുടെ പാരൻസ് ആരായിരിക്കും? ഹെൻസ് ആണെങ്കിൽ ഹെന്ന്. ഡു യു സീ? തള്ളക്കോഴി അടയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മുട്ടയുടെ മുകളിൽ അടയിരിക്കില്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ അടയിരിക്കണം. ഈ മുട്ടകൾക്കെല്ലാം ചൂട് തട്ടണം. ആ ചൂട് ഈ പാരൻസിൻ്റെ ചൂട് തട്ടി കുറേ ഡേയ്സ് അങ്ങനെ ചൂടും തട്ടി കിടന്ന് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹെൻസ് ആണെങ്കിൽ 20 or 21 ഡേയ്സ് ആകുമ്പോഴത്തേക്കും ആ എഗ്ഗിൻ്റെ അകത്തുനിന്ന് ആ എഗ്ഗ് പൊട്ടി അതിനകത്തുനിന്നും ചിക്കൻ വെളിയിലേക്ക് വരില്ല. ചിക്ക്. ഓക്കെ. കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെളിയിലേക്ക് വരും. കണ്ടിട്ടില്ലേ? അപ്പോൾ ആ എഗ്ഗിന് ചൂട് നൽകുന്നത് ആരാണ്? ആ ഹെന്നാണല്ലേ. തള്ളക്കോഴി അടയിരുന്ന് ആ ചൂട് തട്ടിയാണ് ആ എഗ്ഗിനകത്ത് ബേബി വളർന്നു വരുന്നത്. 20 or 21 ഡേയ്സ് കഴിയുമ്പോൾ ആ മുട്ട വിരിയും. എന്നിട്ട് അതിനകത്തുനിന്ന് കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരും. ഓക്കെ. ഈ പ്രക്രിയ അങ്ങനെ ആ മുട്ട വിരിയുന്ന, അതായത് ആ പാരൻസ് അടയിരുന്ന് ആ ചൂട് തട്ടി ഇത്രയും ഡേയ്സ് കഴിയുമ്പോൾ ആ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിങ്ങിനാണ് ഹാച്ചിങ് എന്ന് പറയാം. വിരിയിപ്പിക്കുക അല്ലേ. ആ മുട്ട അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ആ പ്രോസസ്സിങ്ങാണ്, ആ മുട്ട വിരിയുന്ന പ്രോസസ്സിങ്ങിനാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 176. All of you look this picture. The first picture, parts of an egg. Parts of an egg. First picture, parts of an egg. This egg shell. Then this white substance, albumen. Then yellow yolk. Then next, second picture, life cycle of a hen. Adult hen. Then egg. Then chick grow adult hen. These adult hen lay eggs. These eggs grow chick. These chicks grow adult hen. Okay. Do you understand? Okay. Okay, children. All of you look this video. This more helpful to understand. Okay. This carefully. I will show you the various parts of an egg. An egg has the following parts. Shell. It is the outer covering of an egg. It is usually thin and protects the growing baby. Albumen. It is a white jelly-like substance present within the eggshell. It is rich in proteins. Yolk. The yellow inner part of the egg is called yolk. It contains fats, minerals and vitamins. Embryo. The growing baby inside the egg is called embryo.
It obtains food from the yolk. It is a tiny red spot in the yolk. The embryo develops into a chick. The various stages of the development, starting from an embryo to a mature adult, is called life cycle of an animal. We all know birds make nests. The bird lays her eggs in the nest to keep their eggs safe and warm. But how the egg becomes the baby bird? Let us take an example of a chicken. The life cycle of a chicken has the following stages. The egg grows inside the hen. The hen lays her eggs in the nest. The hen sits on the egg for a few weeks to keep them warm. This is because of the fact that an embryo grows into a chick only when it is warm. This is known as incubation. When the chick is fully developed, it breaks out of the eggshell. This is called hatching. The chick then grows into an adult. Similarly, Okay, children, do you understand that video? Okay, then take your page number 176. Then animals that lay eggs. Okay. All of you read this paragraph. Follow me. Some animals produce by laying eggs. Young ones come out from these eggs. Birds, insects, frogs, fish and reptiles such as lizards, crocodiles and snakes reproduce by laying eggs. First one, birds. All birds lay eggs. An egg has a protective shell called the eggshell, within which is a white jelly-like substance called the albumen. Within the albumen is the yolk. The yolk provides food for the growing baby on the embryo. The growing baby develops into a chick. The chick grows into an adult. The development of an animal from the embryo to the adult stage is called its life cycle. The eggs have to be kept warm. For this, the parent bird sits on the eggs and keep them warm. When the chicks are fully developed, they come out of the eggs by breaking the eggshell. This is called hatching. Okay. Okay, children. This is your dictation words. First word, albumen. Yolk. Embryo. Hatching. Eggshell. Listen here. Albumen, yolk, embryo, hatching, eggshell. How many words? 1, 2, 3, 4, 5. Only 5 words. Albumen, yolk, embryo, hatching, eggshell. These 5 words you write in your notebook. Each words you write 10 times. Okay. Each words you write 10 times. Albumen, yolk, embryo, hatching, eggshell. Okay? Okay, children. All of you understand today's class?
Okay, you have any doubts? You call me. Okay, then today's class is over. We will meet our next science class. All of you read this chapter, page number 175 and 176. These pages read more times and study. Okay, children, bye.